എൻ്റെ പേര് തോമസ് ജോർജ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമായിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചത് അതിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വാസ്തവമായി ഹൃദയശുദ്ധിയുള്ളവർ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ പഠനത്തിലൂടെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയും ഏകാഗ്രതയും സിംഗിൾ മൈൻഡ്നെസ് അല്ലെങ്കിൽ ഏകാഗ്രമായ നമ്മുടെ അനുഭവമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പരമാർത്ഥമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ എല്ലാറ്റിലൂടെ, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ, മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന വിഷയങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ദാനമായി തരുന്നു എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ആ സമാധാനം ലോകത്തിൽ ഉണ്ടാക്കുവാനാണ് തൻ്റെ സ്ഥാനാപതികളായി ശിഷ്യഗണങ്ങളെ ലോകത്തിലേക്ക് അയച്ചത്. യഥാർത്ഥമായ സമാധാനം എങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും? ആ സമാധാനം മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് കൊടുക്കുവാൻ കഴിയും? സമാധാന പ്രഭുവാകുന്ന യേശുവിലേക്ക് നമുക്ക് എങ്ങനെ അവരെ നടത്തി നിരപ്പാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞാൻ പഠിപ്പിക്കുവാൻ ഇടയായത്. ഈ ധ്യാനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുവാനായി എൻ്റെ മാന്യ ശ്രോതാക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചനം നാം വായിക്കുന്നു, അവർ തൃക്കാൽ കരുതുന്നു, തിരുവചനങ്ങളെ പ്രാപിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് 7-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ. തുടർന്നുള്ള വാക്യം 8 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി വീണ്ടും വായിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ കർത്താവ് അന്തർഭാഗത്തിലെ സത്യത്തിന്, ഹൃദയത്തിന്റെ പരമാർത്ഥതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ദൈവവചനത്തിന്റെ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് ദൈവം നൽകുന്ന പ്രധാനമായ കാര്യം പുതിയൊരു ഹൃദയമാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് കാണുന്നത്. നമ്മുടെ ദൈവം അദർശനാണ്, ആർക്കും കാണുവാൻ കഴിയാത്തവനാണ്. അദർശനായ ദൈവത്തെ എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുന്നത്? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് നാം നമ്മുടെ ധ്യാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിനോടുള്ള
ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത, ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും. ദൈവവചനം നാം പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാല് കുടിക്കുവാൻ നാം വാഞ്ചിക്കുന്നവരായിരിക്കും. ശിശുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ യാതൊരു തിന്മയുമില്ലാത്ത നിഷ്കളങ്കരാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, തിന്മയ്ക്ക് ശിശുക്കളാകുകയും. തിന്മയുടെ കാര്യത്തിൽ പരിജ്ഞാനം ഇല്ലാത്തവരായിരിക്കും, ജ്ഞാനം കുറഞ്ഞവരായിരിക്കും എന്ന കർത്താവ്. ആത്മീയമായി നാം വളർച്ച പ്രാപിക്കണം, പുരുഷത്വം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ, ആത്മീയ ജ്ഞാനം നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ നമ്മൾ തിന്മയായ കാര്യങ്ങൾക്ക് വളർച്ച പ്രാപിക്കേണ്ട ശിശുക്കളായിരുന്നാൽ മതി. അതിനെക്കുറിച്ച് അധികം അറിവ് നാം സമ്പാദിക്കേണ്ടെന്നാണ് നാം ദൈവത്തിൽ കാണുമ്പോൾ. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്യുവർ ഫുഡ്, പ്യുവർ വാട്ടർ, ഇങ്ങനെ നാം പറയുമ്പോൾ എന്താ നാം മീൻ ചെയ്യുന്നത്? ഞാനിവിടെ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാല് കുടിക്കുകയും. മായമുള്ള പാലെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താ? യഥാർത്ഥമായ പാലിനോട് മറ്റെന്തെങ്കിലും ചേർക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം ചേർക്കുമ്പോഴാണ് അത് മായമാകുന്നത്. ഭക്ഷണത്തിൽ തന്നെ മറ്റ് കാര്യങ്ങൾ അതിന്റെ രുചിക്ക് കൂട്ടാനോ അത് വെയിറ്റ് കൂട്ടാനോ ഒക്കെ എന്തെങ്കിലും കൂട്ടുമ്പോഴാണ്, ആഡ് ചെയ്യുമ്പോഴാണ് അത് മലിനമാകുന്നത്, ശുദ്ധിയില്ലാത്തതാകുന്നത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ സിൻസിയാരിറ്റി ആൻഡ് steadfastness in love for to serve the Lord, പരമാർത്ഥ ഹൃദയത്തോടും സ്ഥിര മനസ്സോടും കൂടെ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിക്കുവാൻ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഹൃദയശുദ്ധി എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഹൃദയശുദ്ധി ഉള്ളവരാകുക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധമായ വിചാരങ്ങളോ മാലിന്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം ചിന്തിക്കും. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. എന്നാൽ പ്രധാനമായി കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയം പരമാർത്ഥതയുള്ളൊരു ഹൃദയവും നാം സ്ഥിരമായിട്ട് കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഉറച്ച തീരുമാനമുള്ളവരുമായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വാക്കനുസരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുക എന്നുള്ള കർത്താവിന്റെ വാക്കനുസരിച്ച് ശിഷ്യന്മാർ കടന്നുപോയി. അവര് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി, അവര് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ പുറത്തായി. വളരെ സന്തോഷത്തോടെ അവര് വന്ന് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവിന് വളരെ സന്തോഷമായി. നമ്മളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ വാക്കിനെ നാം ആശ്രയിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കർത്താവിന് വളരെ സന്തോഷമാണ്. കർത്താവ് പറഞ്ഞു, ഈ ആത്മീയ സത്യങ്ങൾ പഠിപ്പുള്ളവർക്കും ലോകപ്രകാരം ജ്ഞാനികൾക്കുമല്ല, സിൻസിയറായിട്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന ശിശുക്കളെ പോലെയുള്ളവർക്കാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അവർ ദൈവത്തിന്റെ മുഖം കാണും. എങ്ങനെയാ നാം ദൈവത്തിന്റെ മുഖം കാണുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. തിരുവചനത്തിൽ ചില പ്രത്യേക വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു. 11-ാം വാക്യം, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിശുക്കൾ, ഈ ചെറിയവരിൽ ഒരുത്തൻ, അവരെ കാവൽ ചെയ്യുന്ന ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ ശിശുക്കൾക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ ആജ്ഞ എന്താണെന്നും അവരുടെ പരിപാലനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള ആജ്ഞകൾ പ്രാപിക്കുവാൻ ഈസിയായി ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ളവരാണ് ഈ ദൂതന്മാർ. സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു തടസ്സവും കൂടാതെ എപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തോട് ആലോചന യോജിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനുമുള്ള സാവകാശമുള്ളവരാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. 14-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് 13-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ ചില പാർസിയിലെയും മേദിയിലെയും പ്രഭുക്കന്മാർ, 7 പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു. ഈ രാജസന്നിധിയിൽ, അഹശ്വേരോശ് രാജാവിന്റെ രാജസന്നിധിയിൽ കാലജ്ഞന്മാരായ 7 ജ്ഞാനികൾ, പ്രഭുക്കന്മാർ രാജാവിനോട് അടുത്തിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അത് പറയുന്നത്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജമുഖം കണ്ടുകൊണ്ട് എപ്പോഴും അടുത്തിരിക്കുന്നവരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രാജസന്നിധിയിലേക്ക് പ്രവേശനമുള്ളവരും രാജാവിനോട് സ്വാതന്ത്ര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അനുവാദമുള്ളവരുമാണ് ഈ രാജമുഖം കാണുന്നവർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മുഖം കാണും എന്ന് നാം പഠിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാനും തീരുമാനമെടുത്ത് ഉറച്ചിരിക്കുന്ന പരമാർത്ഥ ഹൃദയത്തോടെ ഉറപ്പോടെ ആയിരിക്കുന്നവരാണ് ഹൃദയശുദ്ധിയുള്ളവർ. അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എപ്പോഴും അടുത്തു ചെല്ലുവാൻ പ്രവേശനം അനുവദിക്കപ്പെട്ടവരാണ്. അവർക്ക് എപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും കഴിയും. സ്തോത്രം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നാം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടമാക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഹൃദയശുദ്ധിയുടെ എതിരായിട്ടുള്ള ഓപ്പോസിറ്റുള്ളതായ വേർഡ് യാക്കോബ് 1:8 നമുക്ക് കാണുവാൻ കഴിയും. ഇരുമനസ്സുള്ളവർ എന്നാണ്. ഡബിൾ മൈൻഡഡ്നെസ്. ഇരുമനസ്സുള്ളവർ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അസ്ഥിരരാണ്. അവർ ദൈവത്തിങ്കിൽ നിന്നൊന്നും പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്, കരുതരുത്. കാര്യം അവർക്ക് ഹൃദയശുദ്ധിയില്ല. ദൈവത്തെ സേവിക്കണോ വേണ്ടയോ, ഒരു കാര്യങ്ങളിലും അവർ ഉറച്ചു നിൽക്കുകയില്ല. അവരിങ്ങനെ പതറുന്ന അനുഭവത്തിലായിരിക്കും. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവരായി നാം പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ കാണണം. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി എഴുന്നള്ളി വസിക്കുന്ന കർത്താവ്
ഈ ലോകത്തിലേക്ക് വന്നത് അദർശനായ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. എന്നാൽ എത്ര പേർക്ക് യേശു ദൈവമാണെന്ന് കാണാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു? യേശുവിനെ കണ്ടു. യേശുവിന്റെ കാലത്ത് അവനോടുകൂടെ ജീവിച്ചിരുന്നവരും അവനോടുകൂടെ യാത്ര ചെയ്തവരുമായ എല്ലാവർക്കും യേശു ദൈവമാണെന്ന് കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റിയില്ല. കാരണം എന്താ? അവരുടെ ഹൃദയം ഡബിൾ മൈൻഡഡ്നെസ് ആയിരുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് സാധാരണ മനുഷ്യർ ചെയ്യാത്ത കാര്യമായി ചെയ്യുന്നു. ഉപദേശം കേട്ടിട്ട് സാധാരണ മനുഷ്യര് പറയാത്ത ഉപദേശമായി ഉപദേശിക്കുന്നത്. പക്ഷേ വീടൊക്കെ നോക്കിയാൽ നമുക്കറിയാവുന്ന അച്ഛന്റെ മകനല്ലേ? സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾക്കറിയത്തില്ലേ? അവർക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥിരതയില്ലായിരുന്നു, അവർക്കൊരു പരമാർത്ഥതയില്ലായിരുന്നു, ഏകചിന്തയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിശുക്കളെ പോലെ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ചവർക്ക് ആ കർത്താവിൽ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞു. അവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത്. റോമാലേഖനം 1:20 നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വമായ ആദർശ ലക്ഷണങ്ങൾ ലോകാരംഭം മുതൽ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കും ഒരു പ്രതിവാദം പറയാതിരിക്കുവാനാണ് ദൈവം അങ്ങനെ വെളിപ്പെടുത്തിയത്. ദൈവത്തോടുള്ള ആ സ്നേഹത്തിലും പരമാർത്ഥതയിലും തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ പ്രകൃതിയിലൂടെയും മനുഷ്യ ജീവിതത്തിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നത് അവർക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തോടുള്ള സ്നേഹമുള്ളവരാണ് മനോഹരമായ ആകാശത്തെ നോക്കിക്കൊണ്ട് പറയുന്നത്, എത്ര മനോഹരമായിരിക്കുന്നു ആകാശം, ഇത് ദൈവത്തിന്റെ കരവിരുതല്ലാതെ എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, അവന്റെ കൈവേല വെളിപ്പെടുത്തുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആ പ്രകൃതിയിലൂടെ മനുഷ്യ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമാണിത്, ദൈവത്തിന്റെ കരമാണിത്. ഇതിന്റെ പിന്നിൽ ഒരു നന്മ ദൈവം വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴെനിക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിലും, ഇപ്പോഴെനിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല എങ്കിലും, അതിന്റെ അപ്പുറത്തൊരു നന്മയുണ്ട് എന്ന് അവർക്ക് കാണുവാൻ കഴിയുന്നത് അവർ തങ്ങളുടെ ഹൃദയശുദ്ധിയുള്ളവരായി സിൻസിയറായിട്ട് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ സേവിക്കുവാൻ തീരുമാനമുള്ളവരുമായതുകൊണ്ടാണ്. അവരാണ് ശുദ്ധിയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ. അവർക്കാണ് എല്ലാ വിഷയങ്ങളിലൂടെ, ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രകൃതിയിലൂടെയോ ലോകത്തുള്ള മറ്റു കാര്യങ്ങളിലൂടെയോ ദൈവത്തിന്റെ ശബ്ദം, ദൈവാലോചന പ്രാപിക്കുവാൻ കഴിയുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ഹൃദയശുദ്ധിയില്ലാത്തവർ, കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് തീരുമാനമില്ലാത്തവർ, അവർ പെട്ടെന്ന് ദൈവത്തിനെതിരായിട്ട് സംസാരിക്കും. ഒരു ദൈവമുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? എന്നാൽ ഹൃദയശുദ്ധിയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുവാൻ തീരുമാനമെടുത്തവരോ, ദൈവം എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മനുഷ്യർ ദൈവത്തെ മറന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് പോകുമ്പോൾ രാജ്യങ്ങളെ, പട്ടണങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ, അവരുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് അവർക്ക് അതിലൂടെയും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവം അവരോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, പരമാർത്ഥ ഹൃദയമുള്ളവരും ഇരുമനസ്സില്ലാതെ ഒരു മനസ്സുള്ളവരായി, ഏകാഗ്രതയുള്ളവരായി. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ദോഷമായി ഒന്നും ദൈവം ചെയ്യത്തില്ല, ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്, ഇപ്പോഴതെനിക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അത് ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് അവർ ഉറച്ചു നിൽക്കുമ്പോഴാണ് അവർക്കതിൽ ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ അവർക്ക് വീഞ്ഞില്ലായിരുന്നു. യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല.
എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് യേശു അവിടെ മൗനം ദീക്ഷിച്ചു, സൈലന്റ് ആയി. ഹി കെപ്റ്റ് സൈലന്റ്. പക്ഷെ മറിയ ശിഷ്യന്മാരോട് പറയുകയാണ്, യേശുവിന്റെ അമ്മ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം, നിങ്ങളത് ചെയ്തേരെ. എന്തുവാ ചെയ്യുന്ന അവന് കൽപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അവനെ അടുത്തറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എനിക്കാണ് അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അവൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് നല്ലതേ ചെയ്യത്തുള്ളൂ, അത് നല്ലതേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, പക്ഷെ അത് നന്മയാണ്. അതിന്റെ അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന നന്മ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവൻ എന്തോ കൽപ്പിച്ചാലും അത് അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്ക് നമ്മുടെ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത നന്മ അതിനപ്പുറത്തുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്കാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം എനിക്ക് ഈ വചനത്തിലൂടെ നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, പരമാർത്ഥ ഹൃദയമുള്ളവരായി, ഏകാഗ്ര ഹൃദയമുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും തീരുമാനമെടുക്കുക. എല്ലാ വിഷയത്തിലൂടെ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോയ ചില ഭക്തന്മാരെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഒടുവിൽ അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു, അത് എന്റെ അവിശ്വാസമായിരുന്നു, ദൈവം എന്നെ മറന്നു കളഞ്ഞതല്ല, ഇത് ദൈവത്തിന്റെ കരമായിരുന്നു. സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴാണ്, ഒടുവിൽ നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്തതായി കാണുന്നത് 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ആഗ്രഹിക്കുന്നവർ എന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ ശാന്തമായ സ്വസ്ഥമായ അനുഭവമാണ്. പീസ് ഈസ് അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് അവർ മൈൻഡ്, കാം ആൻഡ് ക്വയറ്റ്, സ്റ്റിൽ, ശാന്തമായ അന്തരീക്ഷം. സമാധാനമില്ലായ്മ എന്ന് പറയുന്നത് സ്വസ്ഥതയില്ലായ്മയാണ്. തിരുവനന്തപുരത്തിൽ നാം വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാർ കലങ്ങി മറിയുന്നത് കടൽത്തരിക്ക് സമമാണ്, അവർക്ക് സമാധാനമില്ല. എന്താണ് സമാധാനത്തിന്റെ രഹസ്യം? സമാധാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സമാധാനം എന്ന് പറയുന്നത് അതിന്റെ സോഴ്സ് യേശുവാണ്. തിരുവനന്തപുരം നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം. അവനാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സാഹചര്യങ്ങളല്ല. പീസ് ഈസ് എ പേഴ്സൺ. യേശുവാണ് നമ്മുടെ സമാധാനം. ആ സമാധാനം പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? സമാധാനം ഇല്ലായ്മ എന്താണ്? അതിന്റെ കാരണം എന്താണ്? യേശു സമാധാന പ്രഭുവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ആ സമാധാന പ്രഭുവായ യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രോക്കായി എന്നുള്ളതാണ്. സ്തോത്രം. സമാധാനം, ദൈവത്തോട് സമാധാനവും ദൈവത്തിന്റെ സമാധാനവും രണ്ടും രണ്ടാണ്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലായിരിക്കുമ്പോൾ സമാധാനമില്ലാത്തതുപോലെ അനുസരണക്കേടും പാപവും നിമിത്തം മനുഷ്യർ ദൈവത്തോട് സമാധാനമില്ലാത്തവരായി, ശത്രുതയുള്ളവരായി മാറി. അവരുടെ ജീവിതത്തിൽ എന്ത് അനർത്ഥം സംഭവിച്ചാലും അവർക്ക് ഭയമാണ്. എന്റെ തെറ്റുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, ദൈവം എന്നെ ശിക്ഷിക്കും. അവർക്ക് സമാധാനമില്ല. ഒടുവിലങ്ങനെ ദൈവം നരകത്തിൽ തള്ളിയിടും. ഇങ്ങനെയുള്ള ഭയമാണ് അവരെ ഭരിക്കുന്നത്. സമാധാനക്കുറവിന്റെ കാരണം ഭയമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, സമാധാന പ്രഭുവായ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് സമാധാനം നൽകുവാനാണ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
He gave us peace as a legacy, a gift. നമുക്ക് അവൻ നൽകിയിട്ട് പോയിരിക്കുന്ന ഒന്നാണ് സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒന്നാമത് പറഞ്ഞ വാക്ക് എന്താണെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് അവൻ ഇറങ്ങി വന്നു. മുറി അടച്ച് അവൻ ഇരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. അവിടെ വന്ന് അവിടെ ഡോറിന് വന്ന് മുട്ടുകയൊന്നും ചെയ്തില്ല. ഡോറിന് വന്ന് മുട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ അവർ വിചാരിച്ചേക്കാം റോമൻ പടയാളികൾ ഞങ്ങളെ ഈ തപ്പി വന്നേക്കുകയാണെന്ന്. അവർക്കാകെ പ്രശ്നമായിരുന്നു. എന്നാൽ ഒരു ശബ്ദമുണ്ടാക്കാതെ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ ദൈവം സമാധാനം നൽകുന്നവനാണ്. ഭയപ്പെടുത്തുന്നത് ദൈവമല്ല. ഭയപ്പെടുത്തുന്ന ശുശ്രൂഷ ദൈവത്തിന്റെ ശുശ്രൂഷയല്ല. ഭയപ്പെടുത്തുന്ന ദൂത് ദൈവത്തിന്റെ ദൂതല്ല. ദൈവം സമാധാനം നൽകുന്നവനാണ്, ആശ്വാസം നൽകുന്നവനാണ്. ആ സമാധാന പ്രഭു, സമാധാനമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് അവന്റേതായ വ്യവസ്ഥയിൽ സമാധാനം എല്ലാവർക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സമാധാനം പ്രാപിക്കുവാൻ ഒന്നാമത് സമാധാന പ്രഭുവായ യേശുവിനോട് നമ്മൾ നിരപ്പാകണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാന പ്രഭുവായ യേശുവുമായിട്ട് നിരപ്പായിട്ടില്ല എന്നുള്ളതാണ്. പാപികളെ സ്നേഹിക്കുന്ന കർത്താവ്, പാപത്തെ വെറുക്കുന്ന കർത്താവ് പാപികളെ ദൈവത്തോട് നിരപ്പിച്ച് സമാധാനമുള്ളവരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവൻ തന്റെ അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും സ്ഥാനാപതികളായി ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് എല്ലാവരോടും ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് നിർബന്ധിക്കുന്നത്, അപേക്ഷിക്കുന്നത്. നാം സമാധാനം വരുത്തുവാനായിട്ട്, എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കുവാനായിട്ട് ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഓരോ ദൈവപൈതലിന്റെയും ഉത്തരവാദിത്വമാണ് സമാധാനം ഉണ്ടാക്കുക, അന്യോന്യം സമാധാനം ഉണ്ടാക്കുക. വ്യക്തികൾ തമ്മിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, രാജ്യത്ത് സമാധാനമില്ല. എന്നാൽ ദൈവമക്കളുടെ ഉത്തരവാദിത്വം എല്ലായിടത്തും വ്യക്തികൾ തമ്മിലും കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിശാചാണ് സമാധാനം ഇല്ലാതാക്കുന്നത്. ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനം വരണമെങ്കിൽ ഒന്നാമത് ആ വ്യക്തി സമാധാന പ്രഭുവായ യേശുവുമായി നിരപ്പ് പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ്, പാപത്തിന്റെ ഫലമായിട്ടാണ് സമാധാനം നമുക്ക് നഷ്ടമായി പോയത്. ആ സമാധാനം നമുക്ക് തിരിച്ചു തരുവാൻ പാപത്തിന് പരിഹാരം വരുത്തി കർത്താവായ യേശു ക്രൂശിന്മേൽ നമുക്കായി മരിച്ചു. യഹൂദനെയും ജാതികളെയും അവരുടെ ശത്രുത മാറ്റി ഒന്നാക്കി. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ഒന്നാക്കി തീർക്കണം എന്നുള്ള ദൈവത്തിന്റെ ആ കഴിഞ്ഞകാല നിത്യത മുതലുള്ളതായ ആഗ്രഹമാണ്, ആ പ്ലാനാണ്. ആ സമാധാനം വരുത്തുവാനാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. സമാധാനം വരുത്തുന്ന യേശുവിന്റെ സുവിശേഷം എന്താ? സമാധാനത്തിന്റെ സുവിശേഷം. സമാധാനത്തിന്റെ സുവിശേഷം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവിതങ്ങളിൽ സമാധാനം വരുത്തുവാനാണ്. ദൈവത്തോട് അവരെ നിരപ്പാക്കുക. ദൈവത്തോട് അവർ നിരപ്പാകുമ്പോൾ അന്യോന്യം അവർക്ക് നിരപ്പ് വരും. കുടുംബങ്ങളിൽ നിരപ്പ് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സമാധാനം ഉള്ളവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ലാതെ ഡിസ്റ്റർബ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും വേറൊരാൾക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തിന്റെ സമാധാനവും രണ്ടും രണ്ടാണ്. ദൈവത്തോടുള്ള സമാധാനം നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവത്തോടുള്ള സമാധാനം. ആ ദൈവത്തോടുള്ള സമാധാനം പ്രാപിച്ചവർക്ക് ദൈവത്തിന്റെ സമാധാനം ഉണ്ടായി എന്ന് പറയുവാൻ അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ സമാധാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു റിക്വയർമെന്റ്സ് ഉണ്ട്. യെശയ്യാ പ്രവചനം 26:3 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവത്തോടുള്ള ശത്രുത മാറി സമാധാനം പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനമുള്ള വ്യക്തിയായി മാറണമെങ്കിൽ സ്ഥിരമാനസന്മാരായി കർത്താവിൽ
പൂർണ്ണ ആശ്രയം വെച്ചവരായിരിക്കണം. അതാണ് നമ്മൾ വായിക്കുന്നത്. ഹാവ് എ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളത് കൊണ്ട് അവനിൽ ആശ്രയിപ്പീൻ. ഹാവ് എ ഹാർട്ട് ഫിൽഡ് വിത്ത് ട്രസ്റ്റ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. അവൻ ശാശ്വതമായ പാറയാണ്, മാറ്റമില്ലാത്തവനാണ്. അവൻ സർവശക്തനാണ്. പാറ മാറ്റമില്ലായ്മയും ശക്തിയുമാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ യഹോവയാം യാഹ് ശാശ്വതമായ പാറയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ നാം ആശ്രയിക്കുന്നവരും സ്ഥിരമാനസന്മാരുമായിരിക്കണം. സമാധാനത്തിന്റെ പ്രഭുവായ അവന്റെ അരികിലേക്ക് നാം കടന്നു വരണം. അങ്ങനെയുള്ളവർക്കാണ് സമാധാനം, ദൈവത്തിന്റെ സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത്. യേശുവിന്റെ സമാധാനം തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിച്ച് പടകു മുങ്ങുമാറായപ്പോഴും ശാന്തമായി കിടന്നുറങ്ങുന്നവനായിരുന്നു യേശു. അതാണ് യേശുവിന്റെ സമാധാനം. വാളും വടിയുമായി തീപ്പന്തങ്ങളുമായി പടയാളികൾ വന്നപ്പോൾ നിങ്ങൾ ആരെയാണ് തിരയുന്നതെന്ന് സമാധാനത്തോടെ ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്ന് ചോദിച്ചവനാണ് യേശു. അതാണ് യേശുവിന്റെ സമാധാനം. പ്രതികൂലങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ കഴിയുന്നതാണ് യേശുവിന്റെ സമാധാനം. പരിഹാസങ്ങളും നിന്ദകളും കേൾക്കുമ്പോൾ അതിന്റെ മുമ്പിലൊന്നും കലങ്ങിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ബാല മരിച്ചില്ല, ഉറങ്ങുക അത്രയെന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടെ അകത്തേക്ക് കടന്നിയെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചവനാണ് യേശു. അതാണ് യേശുവിന്റെ സമാധാനം. നമ്മൾക്ക് യേശുവിനോട് നിരപ്പുറാപിക്കുവാനും ആ യേശുവിനോട് സമാധാനമായിരിക്കാനും ഇടയായല്ലോ. ആ യേശുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരാണ്. നാം സർവബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, വാഴണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പിയ ലേഖനം 4:6 മുതലുള്ള വാക്യങ്ങൾ നാം പാലിക്കുന്നവരായിരിക്കണം. ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടരുത്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് യാചിക്കുന്നവരായിരിക്കണം. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും നാം ചിന്തിക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിൽ നിന്ന് നാം പഠിച്ചും ഗ്രഹിച്ചും ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ നാം കൊണ്ടുവരുന്നവരായിരിക്കണം. അപ്ലൈ ഇൻ അവർ ഹാർട്ട് ലൈഫ്. അപ്പോൾ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ വസിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തോട് നിരപ്പുറാപിച്ച അനേക ദൈവമക്കൾ ഇന്ന് സമാധാനം വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് അവരുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നില്ല. നല്ലവനായൊരു ദൈവം എനിക്കുണ്ട്. അവൻ സർവശക്തനാണ്. അവന് സോൾവ് ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ നന്മയല്ലാതെ ഒരു തിന്മയും എനിക്ക് ചെയ്യത്തില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലാകത്തില്ലെങ്കിലും അതിന്റെ പിന്നിൽ അതിനപ്പുറത്തൊരു നന്മ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം അവർക്കില്ല. അവർ വിചാരപ്പെടുകയാണ്, എന്ത് ഭവിക്കും, എങ്ങനെയായിത്തീരും, അപമാനമായി തീരുമോ, പരാജയപ്പെടുമോ. ഭാവിയെ കുറിച്ചുള്ളതായ പരാജയത്തെ കുറിച്ചുള്ളതായ ഭയം, ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ളതായ ഭയം, കരുതുന്ന ദൈവത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. സ്തോത്രം. സത്യമായത് വചനത്തിൽ പറഞ്ഞിരിക്കെ അവരത് വിശ്വസിക്കാതെ വ്യാജമായത് സാത്താൻ കൊണ്ടുവരുന്ന അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ചിന്തകളെ അവർ പ്രോത്സാഹിപ്പിക്കുക, അവരതിനെ വളർത്തുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ പരാജയമാണ്. പ്രാർത്ഥിക്കുന്നില്ല കർത്താവിനോട്. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ച കാര്യങ്ങളെല്ലാം പ്രായോഗികത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ നാം മറക്കരുത്. അപ്പോഴാണ് ഈ സമാധാനം നമുക്ക് വാഴുവാൻ ഇടയാകുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ മനസ്സുമുള്ളവരെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സ്വഭാവമാണ് സമാധാനം. ആ ദൈവിക സമാധാനമുള്ളവരായി നാം സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുമ്പോൾ ദൈവത്തോട് നിരപ്പുറാപിക്കുവാനും അന്യോന്യം നിരപ്പുറാപിക്കുവാനും സമാധാനം ഉണ്ടാക്കുവാനായി നാം ആഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി തീരും. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. അവൻ സമാധാനം ഉണ്ടാക്കുവാൻ ലോകത്തിൽ വന്നതാണ്. നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരും സമാധാനം ഉണ്ടാക്കുന്നവരുമായി തീരുമ്പോൾ നാം ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ പ്രകൃതിയുള്ളവരാണെന്ന് ലോകം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയപരമാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടെ നമുക്ക് ദൈവത്തെ സേവിക്കാം. എല്ലാറ്റിലും ദൈവത്തിന്റെ മുഖം നമുക്ക് കാണാം. ദൈവത്തിന്റെ മക്കളെന്ന് ലോകം അറിയത്തക്കവണ്ണം ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ നിന്ന് വെളിപ്പെടട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും.